ക്രിസ്തുവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ സുവിശേഷ സന്ദേശത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുകയാണ്. അതെ, തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ ഇന്നത്തെ പല വെല്ലുവിളികളെയും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാൻ. തീർച്ചയായും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ദൈവം പാപമെന്ന് പറയുന്ന പല കാര്യങ്ങളും സമൂഹം ഒരു ആഘോഷമായിട്ട് മാറ്റുന്നൊരു കാഴ്ചയാണല്ലോ കാണുന്നത്. ശരിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ LGBTQ+ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അപ്പോൾ ഇതേക്കുറിച്ചും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാമല്ലേ? തീർച്ചയായും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഉൽപ്പത്തി 2.24 വളരെ വ്യക്തമായി പറയുന്നു, ദൈവം വിവാഹം സ്ഥാപിച്ചത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഇടയിൽ മാത്രമാണ്. ആ ഒരൊറ്റ ബന്ധം. അതെ. ആ വിശുദ്ധ ബന്ധത്തിന് പുറത്തുള്ള ഏതൊരു ലൈംഗികതയും അത് പാപമാണ് എന്ന് പിന്നീട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:9-10 നോക്കിയാൽ അത് കാണാം. അപ്പോ ഈയൊരു അടിസ്ഥാന സത്യത്തെയാണ് LGBTQ+ പ്രസ്ഥാനം ഒരു തരത്തിൽ ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അതെ. അത് കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരു ധാർമ്മിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് വേദഗ്രന്ഥം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് ചില ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഓ, അതെന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഒരു പാസ്റ്ററുടെ ഭാര്യയുടെ അനുഭവം. അവരൊരു പുരോഗമന ചിന്താഗതിയുള്ള സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം താനൊരു ലെസ്ബിയനാണെന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. അയ്യോ, അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായി? അത് വലിയൊരു തകർച്ചയായിരുന്നു. മക്കൾക്ക് വിഷാദരോഗം വരെ പിടിപെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ കഷ്ടം തന്നെ. ഇതുപോലെയുള്ള മറ്റനുഭവങ്ങളുമുണ്ടോ? ഉണ്ട്. മറ്റൊരു സംഭവം, ഒരു പിതാവ്. അദ്ദേഹം ട്രാൻസ്ജെൻഡറായി മാറി. താനൊരു സ്ത്രീയാണെന്ന് പ്രഖ്യാപിച്ചു. ഒരച്ഛൻ? അതെ. അതിന്റെ ഫലമായിട്ട് ആ കുടുംബം തകർന്നു. മകൾക്ക് കടുത്ത ഉത്കണ്ഠയും മാനസിക പ്രശ്നങ്ങളും ഉണ്ടായി. എന്റെ കുടുംബം മുഴുവൻ എനിക്ക് നഷ്ടമായി എന്നാ കുട്ടി പറഞ്ഞതായിട്ടാണ് കേട്ടത്. ഓ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. പിന്നെ സമൂഹത്തിൽ മാതൃകയായി പലരും കണ്ടിരുന്ന ഒരു സ്വവർഗാനുരാഗ ദമ്പതികളുടെ കാര്യം. പുറമേ സന്തോഷമായിരുന്നെങ്കിലും അവരുടെ ബന്ധത്തിൽ അവിശ്വസ്തത, അസൂയ, ശരിക്കും പറഞ്ഞ പീഡനമൊക്കെയുണ്ടായിരുന്നു. എന്നിട്ടെന്തായി? അവസാനം അതിലൊരാൾ ആത്മഹത്യ ചെയ്തു. എല്ലാം ശരിയാണെന്ന് പുറമേ കാണിച്ചു, പക്ഷെ അതൊരു നുണയായിരുന്നു എന്നൊരു കുറിപ്പും കണ്ടെടുത്തു. അപ്പോ ഈ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്ന ചില അനുഭവങ്ങളുമുണ്ടല്ലോ. ഉണ്ട്. ലോറ പെറി എന്നൊരാൾ ഒരു കാലത്ത് സഭയിൽ ആരാധനയൊക്കെ നയിച്ചിരുന്ന ആളാണ്. പിന്നീട് ട്രാൻസ്ജെൻഡറായി മാറി കുടുംബത്തെയും വിശ്വാസത്തെയുമെല്ലാം തള്ളിപ്പറഞ്ഞു. ബൈബിളിന്റെ വിദ്വേഷപ്രസംഗം എന്നൊക്കെയാണ് അവരിപ്പോൾ വിളിക്കുന്നത്. ഓ, എന്നാൽ ഇതിന് വിപരീതമായ അനുഭവങ്ങളുമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ഡോക്ടർ റോസാറിയ ബട്ടർഫീൽഡ്, അവരൊരു തീവ്ര ഫെമിനിസ്റ്റും ലെസ്ബിയൻ പ്രൊഫസറുമായിരുന്നു. എന്നിട്ട് അവര് ബൈബിൾ വായിക്കാനിടയായി. അതിലൂടെ മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ ഈ LGBTQ+ പ്രത്യയശാസ്ത്രത്തിലെ കള്ളങ്ങളെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുന്നു. ക്രിസ്തു എന്നെ സ്വതന്ത്രയാക്കി എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ ശക്തമായ സാക്ഷ്യം. അപ്പോൾ ഈ വിഷയങ്ങളിൽ ബൈബിൾ നൽകുന്ന വ്യക്തമായ ചില മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ വാക്യങ്ങളുണ്ട്. ലേവ്യ പുസ്തകം 18:22 നോക്കുകയാണെങ്കിൽ, സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു എന്ന് കൃത്യമായി പറയുന്നു. ശരിയാണ്. അതുപോലെ റോമർ 1:26-27 സ്ത്രീകൾ സ്വാഭാവികോപയോഗം വിട്ട് നീഎസ്തേറ്റിക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് അന്യോന്യം കാമം ജ്വലിച്ച് പുരുഷന്മാരോട് തന്നെ ചേരുന്നതിനെക്കുറിച്ചും പറയുന്നു. 1 തിമോത്തിയോസ് 1:9-10 നിയമം സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ അധർമ്മികൾക്കും ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടുന്നവർക്കും സ്വവർഗാനുരാഗികൾക്കും ഒക്കെ വേണ്ടിയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ശക്തമായ താക്കീതുകളാണ്. എന്നാൽ ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ പ്രത്യാശയെക്കുറിച്ച് ബൈബിളൊന്നും പറയുന്നില്ലേ? തീർച്ചയായും പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 കൊരിന്ത്യർ 6:11 പറയുന്നത് നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു എന്നാണ്. അതായത് മുൻപങ്ങനെ ജീവിച്ചവർ ഉണ്ടായിരുന്നു എന്ന്. അതെ. എന്നിട്ട് പറയുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ചു നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. മാറ്റം സാധ്യമാണ്.
യേശുവിൽ രക്ഷയുണ്ട് എന്ന വലിയ പ്രത്യാശ അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? 3 കാര്യങ്ങൾ പ്രധാനമായും ഓർക്കണം. 1, ദൈവത്തിന്റെ സത്യത്തിനു വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കണം. ലോകത്തിന്റെ പരിഹാസങ്ങളെയോ സമ്മർദ്ദങ്ങളെയോ ഭയപ്പെടരുത്. എഫെസ്യർ 6:13 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമതായി കഠിനസ്നേഹം എന്നു പറയാവുന്ന ഒന്ന് കാണിക്കണം. സദൃശവാക്യങ്ങൾ 27.6 പറയുന്നു, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. അതായത് സ്നേഹത്തോടെയാണെങ്കിലും പാപത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ മടിക്കരുത്. സത്യം സ്നേഹത്തിൽ പറയുക എന്നർത്ഥം. ഉപവാസത്താലുമല്ലാതെ നീക്കാൻ കഴിയില്ലെന്ന് മർക്കോസ് 9:29 യേശു പറയുന്നുണ്ടല്ലോ. പ്രാർത്ഥനയുടെ ശക്തി. അതെ. അപ്പോ നമ്മൾ തിരിച്ചറിയണം, ഈ LGBTQ+ പ്രസ്ഥാനമെന്ന് പറയുന്നത് ഒരു തരത്തിൽ ദൈവത്തിനെതിരായുള്ള ഒരു മത്സരം തന്നെയാണ്. അത് ജീവിതങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് ഏത് പാപബന്ധനത്തെയും തകർക്കാൻ ശക്തിയുണ്ട്. ഗലാത്യർ 6:7 ആ വാക്യം ഓർക്കേണ്ടതുണ്ടല്ലേ? വഞ്ചിക്കപ്പെടരുത്, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കൃത്യമായി. അതുകൊണ്ട് സത്യത്തിനുവേണ്ടി നിലകൊള്ളാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്കിന്നത്തെ ഈ സംസാരം ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ലോകത്തിലെ തകർച്ചയോർത്ത് വേദനിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ വരുന്നു. അങ്ങ് സൃഷ്ടിച്ച നല്ല ലോകം പാപമൂലം വഷളായിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വചനത്തിലെ സത്യങ്ങളെ വെല്ലുവിളിക്കുകയും അങ്ങ് വെറുത്തുന്ന കാര്യങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുന്നൊരു സംസ്കാരത്തെ ഞങ്ങൾ കാണുന്നു. പിതാവേ, LGBTQ+ പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിൽ അകപ്പെട്ട ഞങ്ങളുടെ രാഷ്ട്രത്തിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ലൈംഗികതയും വിവാഹത്തെയും കുറിച്ചുള്ള സൃഷ്ടിപരമായ ഉദ്ദേശങ്ങളെ വളച്ചൊടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ വിലപിക്കുന്നു. കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു, കുട്ടികൾ ആശയക്കുഴപ്പത്തിലാകുന്നു, അനേകർ ദോഷകരമായ ജീവിതശൈലിയിലേക്ക് വഞ്ചിക്കപ്പെടുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങ് സ്പർശിക്കണമേ. അവർ അകപ്പെട്ടിരിക്കുന്ന കള്ളങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. അവരെ അങ്ങയുടെ സ്നേഹത്തിലേക്കും സത്യത്തിലേക്കും ആകർഷിക്കണമേ. യേശുക്രിസ്തുവിലുള്ള മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും അവർക്ക് സൗഖ്യവും സ്വാതന്ത്ര്യവും കണ്ടെത്താനിടയാക്കണമേ. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപിരിയലിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും വേദന അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ സമാധാനവും സൗഖ്യവും നൽകണമേ. ലൈംഗിക ആശയക്കുഴപ്പത്തിൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കണമേ. വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ജ്ഞാനവും ശക്തിയും നൽകണമേ. പിതാവേ, ലോകത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും പരിഹാസങ്ങൾക്കുമെതിരെ അങ്ങയുടെ സത്യത്തിനുവേണ്ടി ഉറച്ചു നിൽക്കാൻ സഭയെ ശക്തീകരിക്കണമേ. സ്നേഹത്തിൽ സത്യം സംസാരിക്കാനും പാപത്തിനെതിരെ നിലകൊള്ളാനും എന്നാൽ പാപിക്ക് നേരെ അങ്ങയുടെ കൃപയും കരുണയും നീട്ടാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. വഞ്ചിക്കപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാനും അങ്ങയുടെ നാമത്തിൽ വിടുതലിനായി നിലവിളിക്കാനും ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ ലോകത്തിൽ അങ്ങയുടെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. യേശുവിന്റെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ഇതുപോലുള്ള വിഷയങ്ങളിലെ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായേക്കാം. തീർച്ചയായും. നിങ്ങളുടെ അത്തരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com. അതെ, soulfulscriptureseveryday@gmail.com. തിരഞ്ഞെടുത്ത സാക്ഷ്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത തവണ കാണുന്നതുവരെ എല്ലാവർക്കും ദൈവകൃപ നേരുന്നു. നന്ദി.